നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. നമ്മൾ കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മുക്തരായിട്ടില്ല. നമ്മൾക്ക് ദിവസവും 10,000-ലധികം കോവിഡ് കേസസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ മഴക്കാല രോഗങ്ങളും മറ്റു പകർച്ചവ്യാധികളും ഒക്കെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. ഇതുവരെ നമ്മൾ ശീലിച്ചു കൊണ്ടുവന്നിരുന്ന മാസ്കിൻ്റെ കൃത്യമായ ഉപയോഗവും വ്യക്തി ശുചിത്വം പാലിക്കുകയും സമൂഹ അകലം പാലിക്കുകയും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ അതീവ ജാഗ്രതയോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മാത്രമല്ല വാക്സിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് 2 ഡോസസ് സ്വീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠനങ്ങൾ അനുസരിച്ചിട്ട് മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത എല്ലാവർക്കും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് എല്ലാവരും അത് സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുകയല്ലേ, നമുക്ക് കോവിഡ് വരാനുള്ള സാധ്യതയില്ല എന്ന് വിചാരിച്ച് വാക്സിൻ സ്വീകരിക്കാതിരിക്കരുത്. കാരണം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ ഇൻഫെക്റ്റഡ് ആവാം. നമ്മൾ വീട്ടിൽ വരുന്ന റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നോ നമ്മൾ പോകുന്ന വീട്ടിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ഷോപ്പിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ ഇൻഫെക്റ്റഡ് ആവാം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വാക്സിൻ കൃത്യമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് കോവിഡ് സിംറ്റംസും അതിൻ്റെ റെമഡീസിനെ കുറിച്ചിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് കോവിഡ് അനന്തര പ്രശ്നങ്ങളും അതിന് നമുക്ക് വരാതിരിക്കാനും അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ചില ലഘുവായ റെമഡീസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും കോവിഡ് വന്നു പോയിട്ടുള്ള എല്ലാവരിലും ഈ ലക്ഷണങ്ങൾ കാണിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ ആളുടെ ദേഹപ്രകൃതി അനുസരിച്ചിട്ടും ദേഹബലം അനുസരിച്ചിട്ടും നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ സിവിയറിറ്റി അനുസരിച്ചിട്ടും സാരമല്ലാത്തത് മുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കുറച്ച് കാലങ്ങൾ നീണ്ടു നിന്നേക്കാവുന്ന പ്രശ്നങ്ങൾ വരെ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് കോവിഡിൻ്റെ സിംറ്റംസിന്, അതായത് പോസ്റ്റ് കോവിഡ് സിംറ്റംസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, മോസ്റ്റ് കോമൺ സിംറ്റംസ്, അതായത് കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ആളുകളിൽ കാണിച്ചേക്കാവുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ലെസ് ഫ്രീക്വൻറ്റ് സിംറ്റംസ്, അതായത് ഒരുപാട് ആളുകളിലില്ല കുറഞ്ഞപക്ഷം ആളുകളിൽ കാണിച്ചേക്കാവുന്ന സിംറ്റംസ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് കോമൺ സിംറ്റംസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് കോവിഡ് ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം, നമ്മൾ കോവിഡ് ബാധിതരായതിനു ശേഷം നമുക്ക് കാണിച്ചേക്കാവുന്ന ക്ഷീണം, തളർച്ച, വിളർച്ച, ഉറക്കമില്ലായ്മ, നമ്മുടെ മാനസികമായിട്ട് അമിതമായ ഭയം, ഉത്കണ്ഠ, സെക്ഷൽ ലൈഫിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാത്രമല്ല നമുക്ക് ശരീരത്തിനും പേശികൾക്കും നമ്മുടെ മസിൽസിനും, അതായത് പേശികൾക്കും ജോയിൻസിനൊക്കെ വന്നേക്കാവുന്ന തളർച്ച അല്ലെങ്കിൽ വേദന, പണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, പിന്നെ ഭക്ഷണത്തിനോട് ഒരു ടേസ്റ്റ് തോന്നാത്ത ഒരവസ്ഥ, ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, നീണ്ടു നിൽക്കുന്ന ചുമ, തൊണ്ടവേദന, ഹൈപ്പോക്സീമിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോസ്റ്റ് കോമൺ സിംറ്റംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ 2 റീസൺസാണ് പറയുന്നുള്ളത്. ഒന്ന് പൾമണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലങ് ഫൈബ്രോസിസ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം എന്ന് പറയും. അപ്പോൾ പൾമണറി ഫൈബ്രോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിന് അല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂസിനും മസിൽസിനൊക്കെ ഉണ്ടാകുന്ന ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ ചുരുക്കം. ഓക്കെ, അപ്പം അങ്ങനെ ചുരുങ്ങുന്നത് കൊണ്ട് നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും, അപ്പോൾ കൃത്യമായ രീതിയിൽ നമുക്ക് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും, അതുകൊണ്ട് തന്നെ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുക. അപ്പോൾ അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം. ഇത് നമ്മുടെ മൊത്തത്തിലുള്ള റെസ്പിറേറ്ററി സിസ്റ്റത്തിനുള്ള വന്നേക്കാവുന്ന ഒരു ആഘാതമാണ്. ഇതിന് ലങ്സിനാണ് ഇത് കാര്യമായിട്ട് ബാധിക്കാറ്. അതായത് ലങ്സിനെ ഏൽക്കാവുന്ന ഒരു ക്ഷതമോ ഇൻഫെക്ഷനോ കാരണമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ കോവിഡിന് ശേഷം ആകുമ്പോഴത്തേക്ക് ലങ്സിനെ ബാധിച്ചേക്കാവുന്ന ഇൻഫെക്ഷൻ കാരണമാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ കാരണം ലങ്സ് ചെറുതായിട്ട് വീങ്ങുകയും, അപ്പം അതിനകത്തുള്ള എയർ സാക്സിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുകയും അതിൻ്റെ ഓക്സിജൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും, അങ്ങനെ അതുകൊണ്ട് നമ്മളുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ആ ബ്ലഡ് നമ്മുടെ മറ്റുള്ള അവയവങ്ങളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള അവയവങ്ങൾക്ക്
അതിൻ്റെ കൃത്യമായ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രത്തിൽ നമ്മൾ പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ് കോമൺ സിംറ്റംസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് ലെസ് ഫ്രീക്വൻറ്റ് സിംറ്റംസിൽ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. അതായത് പോസ്റ്റ് കോവിഡ് നമുക്ക് കണ്ണിന് വന്നേക്കാവുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ്. അതായത് ചൊറിച്ച് തടിക്കുക, പിന്നെ കണ്ണിന് റെഡ് കളർ വരിക, കൂടെ വെള്ളം വരിക, പിന്നെ കാഴ്ചയ്ക്ക് ചെറിയ മങ്ങൽ പോലെ സംഭവിക്കുക, അങ്ങനെയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാവുന്ന സിംറ്റംസ് ആണ്. രണ്ടാമത് ഹിയറിംഗ് ലോസ്. കുറഞ്ഞ ആളുകളിൽ ഹിയറിംഗ് ലോസ് പോസ്റ്റ് കോവിഡിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണിക്കാറുണ്ട്. പിന്നെ ചില ആളുകളിൽ കാർഡിയാക് ഇഷ്യൂസ് വരാറുണ്ട്, അതുപോലെ കിഡ്നി ഇഷ്യൂസ് വരാറുണ്ട്, പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ലെസ് ഫ്രീക്വൻറ്റ് സിംറ്റംസിൽ കാണിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, ഇതൊക്കെ നമ്മൾ ലെസ് ഫ്രീക്വൻറ്റ് സിംറ്റംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിംറ്റംസിന്, നമ്മുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കും അല്ലേ. നമുക്കിപ്പോൾ ചുമ, തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് മരുന്ന് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് പ്രതിരോധിക്കാനും മാത്രമല്ല, നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസ് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, നമുക്ക് നഷ്ടപ്പെട്ട ദേഹബലം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ഒരു രോഗം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഡിമിനിഷ് ആവാം. അതായത് നമ്മൾ പറയും അഗ്നിബലം കുറയുകയാണ്, അഗ്നിബലം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായ രീതിയിൽ നമുക്ക് ആ പോഷണങ്ങൾ നമ്മുടെ സെൽസിലേക്ക് എത്തിച്ചേരാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ധാതുക്ഷയം എന്ന് പറയും. അതായത് ധാതു പോഷണം കൃത്യമായിട്ട് നടക്കില്ല. അഗ്നിബലം കുറയുമ്പോഴത്തേക്ക് നമുക്ക് ധാതു പോഷണം കൃത്യമായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഓജോക്ഷയം ഉണ്ടാവും. അപ്പോൾ ഓജസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പം അഗ്നിബലം കുറയുകയും ധാതുപോഷണം നടക്കാതിരിക്കുകയും നമുക്ക് ഓജസ്സിനുള്ള ക്ഷയം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊരു ആഹാര രീതി സ്വീകരിക്കുകയാണെങ്കിലും, മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിലും, ഏതൊരു ലക്ഷണത്തിന് ചികിത്സിക്കുകയാണെങ്കിലും നമ്മൾ ഈ 3 കാര്യങ്ങളെ നമ്മൾ മുൻനിർത്തി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് വന്നു പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നാൾ കോവിഡ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ നമ്മൾ ചെയ്തോ, അതായത് കൃത്യമായ രീതിയിൽ മാസ്ക് ധരിക്കുക, പിന്നെ നമ്മൾ സാനിറ്റൈസറിൻ്റെയും സോപ്പിൻ്റെയും ഒക്കെ ഉപയോഗം, അതായത് വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ പാലിച്ച് മുന്നോട്ട് പോവുക. മാത്രമല്ല സാമൂഹ്യ അകലം പാലിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില ആളുകൾ വിചാരിക്കാറുണ്ട് നമ്മൾ വൺസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നു പോകുന്നത് പോലെ രണ്ടാമതൊരു റീഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് ഈ കോവിഡിൻ്റെ കേസിൽ റീഇൻഫെക്ഷനും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിച്ചോ അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. രണ്ടാമതെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം. പല അസുഖാവസ്ഥ കൊണ്ട് വെള്ളം കൃത്യമായ അളവിൽ കുടിക്കുന്ന ആളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരും കൃത്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടിക്കുമ്പം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. കാരണം പോസ്റ്റ് കോവിഡ് സിംറ്റംസിന് മാത്രമല്ല നമുക്ക് പകർച്ചവ്യാധികളും മഴക്കാല രോഗങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമുക്കതിൽ തുളസിയിലയോ ചുക്കോ ഷഡംഗ ചൂർണമോ അല്ലെങ്കിൽ രാമച്ചമോ പതിമുഖം അങ്ങനെയുള്ള മല്ലി അതുപോലുള്ള വസ്തുക്കൾ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയർ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഉണ്ടായേക്കാവുന്ന ചില കോൾഡ് മൈനർ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ നമ്മളെ അത് രക്ഷിക്കും. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നിർബന്ധിച്ച് വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമെന്ന് വെച്ചാൽ സമീകൃതമായ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കോവിഡിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും അമിതമായ എരിവ്, പുളി, ഉപ്പ്, എണ്ണയിൽ വറുത്തത് പൊരിച്ചതുമായിട്ടുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ, കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ, പിന്നെ പഴകിയതും ഫ്രിഡ്ജിൽ വെച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ, പിന്നെ തണുത്തിട്ടുള്ള ആഹാരങ്ങൾ, പുറത്തു നിന്നും കഴിക്കുന്ന ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ളൊരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറൊക്കെ വളരെ ഡിമിനിഷ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അഗ്നിമാന്ദ്യം, അജീർണം അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എളുപ്പമായിട്ട് ദഹിക്കാനുള്ള ഫ്രഷായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായ ഇൻ്റർവെല്ലിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ,
സമീകൃത ആഹാരം എന്ന് പറയുമ്പം കൃത്യമായ രീതിയിൽ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പോഷണങ്ങളും കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയും നമ്മളെ രോഗപ്രതിരോധ ശക്തി, നമുക്കൊരു ഇൻബിൽറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ രാത്രിയത്തെ ഭക്ഷണമൊക്കെ നേരത്തെ ദഹിക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ നേരത്തെ 7 മണി ആ ഒരു സമയത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉറക്കം. നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടുള്ള റെസ്റ്റും വിശ്രമവും ഉറക്കവും ലഭിക്കുന്നെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം എന്ന് വെച്ചാൽ പകലുറങ്ങുകയും അതുപോലെ രാത്രി ഒരുപാട് നേരം ഉറക്കമില്ലാതെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെറ്റാബോളിസത്തിന് തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വിശ്രമം ലഭിക്കുകയും നമുക്ക് ഉറക്കം കിട്ടുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ശീലമുള്ള ആളുകൾ, അങ്ങനെയുള്ള ദുശീലങ്ങളുള്ള ആളുകൾ നിർബന്ധമായിട്ട് ആ ശീലങ്ങൾ ഉപേക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ മദ്യവും പുകവലിയും മറ്റുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹബലമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചുമ അതുപോലെ മറ്റുള്ള ഇൻഫെക്ഷനൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ പാടി ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നമ്മൾ ആ ഒരു ഇൻ്റർവെല്ലിൽ ചെയ്യണം. കാരണം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ, മറ്റു പല അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ കൃത്യമായ ഇടവേളകളിൽ അവരുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ട് അവരുടെ എല്ലാ റീഡിങ്സും കൺട്രോളിലാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭാരതീയ ചികിത്സാ വകുപ്പ്, അതായത് ആയുർവേദത്തിൻ്റെ കീഴിൽ നമുക്ക് കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്കും വന്നു പോയിട്ടുള്ള, അതായത് കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഇനി വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരു പ്രതിരോധ മരുന്നുകൾ ആവശ്യമുള്ള ആളുകൾക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഭേഷജം, പുനർജനി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമുക്ക് ഇന്ന് നിലവിലുണ്ട്. അപ്പം നമ്മുടെ ആരോഗ്യം കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം വിദഗ്ധമായ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അതിനുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് ഏത് രീതിയിൽ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് കോവിഡ് വന്നതിന് ശേഷമൊക്കെ അമിതമായ ഉത്കണ്ഠ, ഭയം, ഉറക്കമില്ലായ്മ, സെക്ഷൽ ലൈഫിൽ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നമ്മൾ പറയുകയാണെങ്കിൽ കൃത്യമായ വിദഗ്ധമായ ഡോക്ടേഴ്സിൻ്റെ ഉപദേശങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഉപയോഗവും നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. മാത്രമല്ല ചുമ, തൊണ്ടവേദന അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് യുക്തമായ കഷായങ്ങളും ചൂർണങ്ങളും ലേഹ്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നസ്യങ്ങളും ഗാർഗിളിങ് ചെയ്യാനുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇതുകൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് വിട്ടുമാറാതെ ചുമ, ശ്വാസതടസ്സം, ഉയർന്ന രീതിയിൽ ടെമ്പറേച്ചർ വരിക, അങ്ങനെയുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ വരിക, കൺഫ്യൂഷൻ ഉണ്ടാവുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കാണുക ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ടി ഡോക്ടേഴ്സിനെ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ നിലവിൽ ഏതെങ്കിലും മരുന്നുകൾ, അതായത് അത് അലോപ്പതിയോ ഹോമിയോപ്പതിയോ ആയുർവേദമോ ഏതൊരു മരുന്നാവട്ടെ, നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് ഇപ്പോൾ നിലവിൽ കഴിക്കുന്നുള്ളതെന്നുള്ള കാര്യം കൃത്യമായി ആ ഡോക്ടറിന് പറയണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ചികിത്സ സുഗമമാക്കാൻ വേണ്ടി അത് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളൊരു ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമല്ല നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കോവിഡിനെ പറ്റിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ, അബദ്ധധാരണകൾ ഇന്ന് ഉണ്ട്. അതായത് വാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ ആർക്കെങ്കിലും ഒക്കെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അവർക്ക് നമ്മൾ വൺസ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മളുടെ വാക്കുകൾ അവർ കൃത്യമായിട്ട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോണിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് നൽകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്കൊരു മാനസികമായ പിന്തുണ നമ്മൾ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാമാരിയിൽ നിന്നും മുക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.